ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസിയിൽ നിന്ന് പുറത്തുവന്ന പുതിയ വെളിപ്പെടുത്തലുകൾ പശ്ചിമേഷ്യൻ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ യുദ്ധവിമാനങ്ങൾ അപ്രതീക്ഷിതമായി കടന്നാക്രമണം നടത്തിയെന്ന അവകാശവാദമാണ് ഇപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. ദശാബ്ദങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെ കൈവരിച്ച സാങ്കേതിക മികവാണ് ഈ ദൗത്യത്തിന്റെ വിജയത്തിന് പിന്നിലെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. US പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇറാനിയൻ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. റഡാർ കണ്ണുകളെ വെട്ടിച്ച് താഴ്ന്നു പറന്നാണ് ഇറാനിയൻ വിമാനങ്ങൾ ഈ മിന്നലാക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ നീക്കം US സൈന്യത്തിന്റെ സാങ്കേതിക മികവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ആക്രമണത്തെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ദൃശ്യവും ഇറാൻ വൃത്തങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയുടെ ആധികാരികത പരിശോധിച്ചു വരുന്നതേയുള്ളൂ. വീഡിയോ എപ്പോൾ ചിത്രീകരിച്ചതാണ് എന്നതിനെക്കുറിച്ചോ ഏത് പ്രദേശത്താണ് ഈ സൈനിക നടപടി നടന്നത് എന്നതിനെക്കുറിച്ചോ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിലും ഇത് US താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് വീഡിയോയിലുള്ളത്. അമേരിക്കയിൽ അധികാരത്തിലിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ പുതിയ സൈനിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം വെല്ലുവിളികൾ ഉയരുന്നത് എന്നത് ഗൗരവകരമാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ സാന്നിധ്യം ശക്തമാക്കാനും ഇറാനെ സാമ്പത്തികമായും സൈനികമായും സമ്മർദ്ദത്തിലാക്കാനുമാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ പുതിയ അവകാശവാദം മേഖലയിലെ പിരിമുറുക്കം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരിടപെടലും നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി കണക്കാക്കുമെന്ന് ഇറാൻ ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US സേന നേരിട്ടുള്ള സൈനിക നീക്കത്തിന് തയ്യാറായാൽ അത് മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഈ ഭീഷണി കേവലം വാക്കാലുള്ളതല്ലെന്നും പ്രവർത്തനക്ഷമമായ സൈനിക പ്രത്യാക്രമണത്തിന് തങ്ങൾ സജ്ജമാണെന്നും തെളിയിക്കുകയാണ് ഇറാൻ. അമേരിക്കൻ സൈനിക താവളങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഇത്ര എളുപ്പത്തിൽ മറികടക്കാൻ ഇറാന് സാധിക്കുമോ എന്ന ചോദ്യം സൈനിക വിദഗ്ധർക്കിടയിൽ സജീവമാണ്. കാലപ്പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങളെ അത്യാധുനികമായ ആയുധങ്ങളുമായി സമന്വയിപ്പിക്കാൻ ഇറാൻ നടത്തിയ ശ്രമങ്ങൾ ഇതിനു പിന്നിലുണ്ടായേക്കാം. വർഷങ്ങളായി തങ്ങൾ നടത്തിവരുന്ന രഹസ്യ പരിശീലനത്തിന്റെ വിജയമാണിതെന്ന് ഇറാൻ ഊന്നിപ്പറയുന്നു. ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തുന്ന സൈനിക നീക്കങ്ങൾ തടയുക എന്നതാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തെ എണ്ണ വിതരണ ശൃംഖലയിൽ നിർണായക സ്ഥാനമുള്ള ഈ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ഇറാൻ എക്കാലവും ശ്രമിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പ്രൊജക്ട് ഫ്രീഡം ഇറാന്റെ ഈ ആധിപത്യത്തിന് ഭീഷണിയാകുമെന്ന് അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രത്യാക്രമണ വാർത്തകൾ അമേരിക്കയ്ക്കുള്ള ശക്തമായ താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ എംബസി ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ഇറാന്റെ നയതന്ത്ര തലത്തിലുള്ള മാറ്റത്തെ കൂടി സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കാനും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കാനുമാണ് ഇറാൻ ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾ വഴി ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ആഗോള പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ നേടാനാണ്. US ഭരണകൂടം ഈ റിപ്പോർട്ടുകളെ ഔദ്യോഗികമായി നിഷേധിച്ചോ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. എങ്കിലും സൈനിക കേന്ദ്രങ്ങൾക്കുള്ളിൽ ഈ വിഷയം അതീവ ഗൗരവത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. തങ്ങളുടെ റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് ശത്രുവിമാനങ്ങൾ താവളത്തിനടുത്തെത്തി എന്നത് സൈനിക സുരക്ഷയിലെ വലിയ വീഴ്ചയായി അമേരിക്ക കണക്കാക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാന്റെയും അമേരിക്കയുടെയും നിലപാടുകൾ ഒത്തുതീർപ്പിന് ഇട നൽകുന്നതല്ല. പ്രകോപനപരമായ പ്രസ്താവനകൾ ഇരുഭാഗത്തു നിന്നും തുടരുന്നത് സമാധാന ചർച്ചകളെ പിന്നോട്ടടിക്കുകയാണ്. വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ആഗോള പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കും. മേഖലയിലെ മറ്റു രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഇസ്രയേൽ പോലുള്ള സഖ്യകക്ഷികൾ അമേരിക്കയുടെ നീക്കങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ റഷ്യയും ചൈനയും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളെ നിരീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഇത് കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം ആഗോള ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇറാൻ പങ്കുവച്ച വീഡിയോ ദൃശ്യങ്ങളിൽ വിമാനങ്ങൾ അതിവേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് കാണാം. അത്യാധുനിക മിസൈലുകൾ വഹിച്ചുകൊണ്ടാണ് ഈ വിമാനങ്ങൾ പറക്കുന്നത്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇറാൻ ഇതിലൂടെ ചെയ്യുന്നത്.
എന്നാൽ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ ഇനിയും വെളിച്ചത്ത് വരാനുണ്ട്. അമേരിക്കൻ താവളങ്ങൾ തകർത്തു എന്ന അവകാശവാദം യാഥാർത്ഥ്യമാണെങ്കിൽ അത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. ട്രംപിന്റെ പശ്ചിമേഷ്യൻ നയങ്ങൾ കൂടുതൽ കടുപ്പിക്കാൻ ഇത് കാരണമായേക്കാം. സൈനികമായ തിരിച്ചടി നൽകാൻ US തയ്യാറായാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം എങ്ങനെയുണ്ടാകുമെന്നത് പ്രവചനാതീതമാണ്. ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ ടാങ്കറുകളുടെ സുരക്ഷയെക്കുറിച്ചും പുതിയ ആശങ്കകൾ ഉയരുന്നുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ലോകമെമ്പാടുമുള്ള ഇന്ധനവില കുതിച്ചുയരാൻ ഇത് കാരണമാകും. ഇറാന്റെ കടുത്ത നിലപാടുകൾ ആഗോള വിപണിയെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ അസ്ഥിരപ്പെടുത്താൻ ശേഷിയുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇറാന്റെ വിമാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണെന്ന കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. ഉപരോധങ്ങൾക്കിടയിലും തങ്ങൾ എങ്ങനെ സൈനികമായി സ്വയം പര്യാപ്തരായി എന്ന് തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിന് സഹായിച്ചതെന്നാണ് ഇറാന്റെ വാദം. അമേരിക്കൻ സെനറ്റിലും ഈ വിഷയം ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളെ വിമർശിക്കുന്നവർ ഇത്തരം സംഭവങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കിയേക്കാം. സൈനികമായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടോ എന്ന ചോദ്യം ഉയരാൻ സാധ്യതയുണ്ട്. ഇത് വരാനിരിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ നീക്കങ്ങളെയും ബാധിക്കും. ഇറാനിയൻ ജനതയുടെ ഇടയിൽ തങ്ങളുടെ ഭരണകൂടത്തിന്റെ ശക്തി തെളിയിക്കാനുള്ള ഒരു മാർഗം കൂടിയായി ഇതിനെ കാണുന്നവരുണ്ട്. ആഭ്യന്തരമായ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇത്തരം സൈനിക വിജയങ്ങൾ ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. വിദേശ ഭീഷണികളെ ചെറുക്കാൻ തങ്ങൾ പ്രാപ്തരാണെന്ന സന്ദേശമാണ് ഇതിലൂടെ അവർ നൽകുന്നത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം അന്താരാഷ്ട്ര ഏജൻസികൾ ഏറ്റെടുക്കുമോ എന്നും കണ്ടറിയണം. യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചും വെടിനിർത്തൽ ലംഘനങ്ങളെക്കുറിച്ചുമുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇടപെടേണ്ട സാഹചര്യം സംജാതമായിരിക്കുകയാണ്. സമാധാനത്തിനായുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ഇപ്പോൾ വലിയ പ്രസക്തിയുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രൊജക്ട് ഫ്രീഡം എത്രത്തോളം വേഗത്തിൽ മുന്നോട്ട് പോകുമെന്നതും നിർണായകമാണ്. ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും സഖ്യകക്ഷികളെ ഒപ്പം നിർത്താനുമാണ് US-ന്റെ ലക്ഷ്യം. എന്നാൽ ഇറാന്റെ പുതിയ നീക്കങ്ങൾ സഖ്യകക്ഷികൾക്കിടയിൽ ആശങ്ക പടർത്തുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് അവർ കരുതുന്നു. സൈനിക താവളങ്ങളിലെ ആക്രമണം നടന്നത് രാത്രിയാണോ അതോ പകലാണോ എന്ന കാര്യത്തിലും അവ്യക്തത തുടരുന്നു. വീഡിയോയിലെ പ്രകാശ ക്രമീകരണങ്ങൾ നോക്കി അത് രാത്രിയിലുള്ള ദൃശ്യങ്ങളാണെന്ന് ചിലർ നിഗമനത്തിലെത്തുന്നു. ഇത് ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങളുടെയും പൈലറ്റുമാരുടെയും വൈദഗ്ധ്യത്തിന്റെയും അടയാളമായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇറാന്റെ സൈനിക ശേഷി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മേഖലയിലെ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കും. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും പോലുള്ള അയൽ രാജ്യങ്ങൾ ഈ നീക്കങ്ങളെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. അവരുടെ സുരക്ഷയും ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. യുദ്ധവിമാനങ്ങളുടെ കോക്പിറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സാധാരണയായി അതീവ രഹസ്യമായാണ് സൂക്ഷിക്കാറുള്ളത്. എന്നാൽ ഇത് പരസ്യമാക്കിയതിലൂടെ തങ്ങളുടെ പക്കൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് ഇറാൻ സമർത്ഥിക്കുന്നു. മാനസികമായ യുദ്ധതന്ത്രത്തിന്റെ ഭാഗം കൂടിയാണിത്. ശത്രുവിന്റെ ആത്മവീര്യം തകർക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. തുടർച്ചയായ സൈനിക അഭ്യാസങ്ങൾ ഇറാൻ നടത്തി വരാറുണ്ട്. ഈ അഭ്യാസങ്ങൾ വെറുതെ അല്ലെന്നും യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ അവ എങ്ങനെ ഉപയോഗിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് പുതിയ സംഭവമെന്നും ഇറാൻ അവകാശപ്പെടുന്നു. US റഡാറുകൾക്ക് പിടികൊടുക്കാതെ പറക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. ട്രംപ് ഭരണകൂടം ഇറാന്റെ ഇത്തരം അവകാശവാദങ്ങളെ തള്ളിക്കളയാനാണ് സാധ്യത. അമേരിക്കൻ സേനയുടെ പ്രതിരോധം അഭേദ്യമാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കും. എങ്കിലും ആഭ്യന്തരമായുള്ള സുരക്ഷാ ഓഡിറ്റുകൾക്ക് ഈ സംഭവം കാരണമായേക്കും. പുതിയ സാങ്കേതിക വിദ്യകൾ പ്രതിരോധ മേഖലയിൽ കൊണ്ടുവരാൻ ഇത് അമേരിക്കയെ പ്രേരിപ്പിച്ചേക്കാം. പശ്ചിമേഷ്യയിലെ സമാധാനം ഒരു നൂൽപ്പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ സത്യാവസ്ഥ എന്തായാലും അത് യുദ്ധത്തിന്റെ കാഹളം മുഴക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾ സംയമനത്തോടെ ഇടപെട്ടില്ലെങ്കിൽ മാനവരാശിക്ക് വലിയ വില നൽകേണ്ടി വരുന്ന ഒരു മഹായുദ്ധത്തിലേക്ക് ഇത് വഴിമാറിയേക്കാം. സാഹചര്യം കൂടുതൽ വഷളാകാതിരിക്കാനുള്ള വിവേകപൂർണമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ അനിവാര്യം.